സോ 2025 മലയാള സിനിമയിൽ 183ഓളം സിനിമ ഇറങ്ങി. അതിൽ സാമ്പത്തികമായിട്ട് വിജയം നേടിയത് വെറും 15 സിനിമകളാണ്. ആ 15 സിനിമകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയ മൂവി ലോക, അതാണ് ലിസ്റ്റിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് തുടരും, ലാലേട്ടൻ അഭിനയിച്ച തുടരും, ലാലേട്ടൻ്റെ കംബാക്ക് മൂവി തുടരും. പിന്നീട് എമ്പുരാൻ ഹിറ്റായിരുന്നു. അതോടൊപ്പം തന്നെ ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോയുടെ ഹൃദയപൂർവ്വം ഭയങ്കര വലിയൊരു വിജയമായിരുന്നു. നസ്ലിൻ നായകനായിട്ടുള്ള ആലപ്പുഴ ജിംഖാന, പ്രണവ് അഭിനയിച്ചിട്ടുള്ള DS ഇറൈ, കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയവയും നല്ല വിജയമാണ് കരസ്ഥമാക്കിയത്. ആസിഫ് അലി അഭിനയിച്ച് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം, ദാറ്റ് വാസ് വർത്ത് വാച്ച്. പിന്നീട് ഈ വർഷം അവസാനം വന്ന് ഹിറ്റായതാണ് മമ്മൂട്ടി അഭിനയിച്ച കളങ്കാവൽ. കളങ്കാവൽ വാസ് ബ്രില്യൻ. ഈ വർഷത്തെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മൂവി എക്കോ ആയിരുന്നു. എക്കോ, നോ വേർഡ്സ് അബൌട്ട് ദാറ്റ്. ബേസിൽ ജോസഫിന് അടുത്ത വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വരെ കിട്ടാൻ സാധ്യതയുള്ള പെർഫോമൻസ് കൊടുത്ത പൊന്മാനാണ് ഈ ലിസ്റ്റിൽ അടുത്തുള്ളത്. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് തുടങ്ങിയവരുടെ കോമ്പോയിൽ വന്ന പടക്കളം, റൊമാൻസ്, പ്രിൻസ് ആൻഡ് ഫാമിലി, ഈ 15 മൂവീസാണ് ഈ വർഷത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുള്ളത്. സോ ഇതല്ലാതെ നിരവധി നല്ല മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഫിനാൻഷ്യലി ഈ 15 മൂവീസാണ് ഈ വർഷം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. സോ അടുത്ത വർഷവും കുറേ കൂടെ നല്ല സിനിമകൾ ഇറങ്ങട്ടെ എന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് പെഡിക്റ്റിക്ക് വാസ് ആൾസോ എ ഹിറ്റ്.